നമസ്കാരം. ഇന്ന് നമ്മൾ MA സൈക്കോളജി പഠനത്തിന്റെ ഭാഗമായിട്ട് കോഗ്നിറ്റീവ് സൈക്കോളജിയിലെ ഒരു പ്രധാന വിഷയമാണ് നോക്കുന്നത്. നിങ്ങളുടെ കയ്യിലുള്ള സോഴ്സ് വെച്ച് നോക്കുമ്പോൾ ബ്ലോക്ക് 1 യൂണിറ്റ് 4 അതിലെ ഇൻഫർമേഷൻ പ്രോസസ്സിംഗ് മോഡലുകൾ, അതിൽ തന്നെ റുമൽഹാർഡ് ആൻഡ് മെക്ലെലൻഡിന്റെ കണക്ഷനിസ്റ്റ് മെമ്മറി മോഡൽ അല്ലേ, ഓർമ്മയെക്കുറിച്ചുള്ള പഴയ ചിന്തകളിൽ നിന്നൊക്കെ ഇത് കുറച്ച് വ്യത്യസ്തമാണെന്ന് തോന്നുന്നു. നമുക്കൊന്ന് വിശദമായി നോക്കിയാലോ? തീർച്ചയായും. ഇതൊരു ഓർമ്മയെക്കുറിച്ചുള്ള നമ്മുടെ ധാരണയെ മാറ്റി എഴുതിയ ഒരു മോഡലാണ്. സാധാരണ നമ്മൾ ഓർമ്മയെ എങ്ങനെയാണ് കണ്ടിരുന്നത്? ഓരോ ഓർമ്മയും ഓരോ ഫയൽ പോലെ അല്ലെങ്കിൽ ഒരു പ്രത്യേക സ്ഥലത്ത് സൂക്ഷിച്ചിരിക്കുന്നു എന്നൊക്കെ. എന്നാൽ ഈ കണക്ഷനിസ്റ്റ് മോഡൽ അല്ലെങ്കിൽ PDP മോഡൽ, പാരലൽ ഡിസ്ട്രിബ്യൂട്ടഡ് പ്രോസസ്സിംഗ്, പറയുന്നത് അതല്ല. PDP മോഡൽ, ഓക്കെ. അപ്പോൾ എന്താണ് ഇതിന്റെ ഒരു കാതൽ? എങ്ങനെയാണ് ഓർമ്മയുണ്ടാകുന്നത് ഈ മോഡൽ പ്രകാരം? അതായത് ഓർമ്മയെന്നത് തലച്ചോറിലെ ഒരുപാട് ലളിതമായ യൂണിറ്റുകൾ തമ്മിലുള്ള കണക്ഷൻസ് ആണ്. ഒരു വലിയ നെറ്റ്വർക്ക് പോലെ. ഒരു പ്രത്യേക ഓർമ്മ എന്ന് പറയുന്നത് ഈ യൂണിറ്റുകളിൽ ചിലത് ഒരു പ്രത്യേക പാറ്റേണിൽ ഒരുമിച്ച് ആക്റ്റീവ് ആകുന്നതാണ്, അല്ലാതെ ഒരൊറ്റ സ്ഥലത്ത് സ്റ്റോർ ചെയ്ത ഒന്നല്ല. ഓഹോ, അപ്പോ ഒരു യൂണിറ്റ് ആക്റ്റീവ് ആവുമ്പോൾ അതുമായി ബന്ധമുള്ള വേറെ യൂണിറ്റുകളും ഉണരും, അങ്ങനെയാണോ? അതെ. ഒരു ചിന്തയോ അനുഭവമോ വരുമ്പോൾ അതുമായി ബന്ധപ്പെട്ട ചില യൂണിറ്റുകൾ അവ ആക്റ്റീവ് ആകും. ആ ആക്ടിവേഷൻ പിന്നെ ആ നെറ്റ്വർക്കിലൂടെ ഇങ്ങനെ പടരും. ഓരോ യൂണിറ്റും ഒരു ചെറിയ അറിവിനെ, ചിലപ്പോൾ ഒരു നിറം, ഒരു ശബ്ദം, ഒരു പേര്, അങ്ങനെയുള്ള ചെറിയ സവിശേഷതകളെ, ആട്രിബ്യൂട്ട്സിനെ ആയിരിക്കും പ്രതിനിധീകരിക്കുന്നത്. ശരി. അപ്പോൾ ഈ സോഴ്സിൽ പറയുന്ന കണ്ടന്റ് അഡ്രസ്സബിൾ മെമ്മറി എന്ന ആശയം അത് ഇതിനോട് ചേർന്ന് പോകുന്ന ഒന്നാണല്ലേ? അതേലോ. കണ്ടന്റ് അഡ്രസ്സബിൾ എന്ന് വെച്ചാൽ ഓർമ്മയുടെ ഉള്ളടക്കം ഉപയോഗിച്ച് തന്നെ അതിനെ തിരിച്ചെടുക്കാൻ പറ്റും എന്നതാണ്. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പം നിങ്ങളുടെ ടെന്നീസ് കളിക്കുന്ന ഒരു കൂട്ടുകാരൻ അയാളുടെ പേരോർക്കാൻ ശ്രമിക്കുകയാണെന്ന് വെക്കാം. അപ്പോൾ ടെന്നീസ് പാർട്ട്ണർ, പുരുഷൻ എന്നീ രണ്ട് കാര്യങ്ങൾ, അതായത് ക്യൂസ്, മനസ്സിലേക്ക് വരുന്നു. ആ ക്യൂസ് വെച്ച് നമ്മൾ ഓർമ്മയെ തിരയുന്നു. അതെ. കമ്പ്യൂട്ടറിൽ നമ്മൾ ഫയലിന്റെ പേരോ അഡ്രസ്സോ വെച്ച് തിരയുന്നത് പോലെയല്ല. ഇവിടെ ആ ഓർമ്മയുടെ ഭാഗങ്ങൾ തന്നെ താക്കോലായി പ്രവർത്തിക്കുന്നു. പിന്നെ അയാൾക്ക് താടിയുണ്ട്, ഇടതുകൈയാണ്, ചുവപ്പ് ഷോർട്ട്സാണ് ഇടാറ് എന്നൊക്കെ കൂടുതൽ വിവരങ്ങൾ കിട്ടുമ്പോൾ ആ പ്രത്യേക വ്യക്തിയുമായി ബന്ധപ്പെട്ട യൂണിറ്റ് പാറ്റേൺ കൂടുതൽ വ്യക്തമാവുന്നു, ഓർത്തെടുക്കാൻ എളുപ്പമാവുന്നു. പക്ഷെ അവിടെ ഒരു പ്രശ്നമില്ലേ? ഇപ്പോൾ ടെന്നീസ് പാർട്ട്ണർ എന്ന് പറയുമ്പോൾ തന്നെ ചിലപ്പോൾ ഒന്നിൽ കൂടുതൽ പേരുണ്ടാവാം, അല്ലെങ്കിൽ പുരുഷൻ എന്ന് പറയുമ്പോൾ ഒരുപാട് പേരുണ്ട്. അപ്പോൾ എങ്ങനെയാ കൺഫ്യൂഷൻ ഒഴിവാക്കുന്നത്? നല്ല ചോദ്യം. അവിടെയാണ് ഈ ഇൻഹിബിറ്ററി കണക്ഷൻസിന്റെ പ്രാധാന്യം വരുന്നത്. അതായത് തടസ്സപ്പെടുത്തുന്ന കണക്ഷനുകൾ. ഒരു സൂചന, ക്യൂ, ആക്റ്റീവ് ആവുമ്പോൾ അതുമായി ബന്ധപ്പെട്ട യൂണിറ്റുകളെ അത് ഉത്തേജിപ്പിക്കും, ശരിയാണ്. പക്ഷെ അതേസമയം അതുമായി ബന്ധമില്ലാത്തതോ അല്ലെങ്കിൽ ആ സന്ദർഭത്തിൽ ആവശ്യമില്ലാത്തതോ ആയ മറ്റു ഓർമ്മകളിലേക്കുള്ള കണക്ഷനുകളെ ഇത് ദുർബലപ്പെടുത്തും അല്ലെങ്കിൽ തടയും. അപ്പോ പുരുഷനായ ടെന്നീസ് പങ്കാളി എന്ന് ഓർക്കുമ്പോൾ സ്ത്രീകളായ ടെന്നീസ് പങ്കാളികളെക്കുറിച്ചുള്ള ഓർമ്മകൾ, അല്ലെങ്കിൽ ടെന്നീസുമായി ബന്ധമില്ലാത്ത പുരുഷ സുഹൃത്തുക്കളുടെ ഓർമ്മകൾ, അവയൊക്കെ തടയപ്പെടാം. കൃത്യമായി. ഇത് ശരിയായ ഓർമ്മയിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സഹായിക്കുന്നു. കാര്യങ്ങൾ കുറച്ചുകൂടി എഫിഷ്യന്റ് ആക്കുന്നു. ഓക്കെ, ഇത് കൊള്ളാം. അപ്പോൾ ഈ നെറ്റ്വർക്ക് അപ്രോച്ച് പുതിയ കാര്യങ്ങൾ പഠിക്കുന്നതിനെ അല്ലെങ്കിൽ ഒരു പൊതുവായ ആശയം രൂപീകരിക്കുന്നതിനെ എങ്ങനെയാണ് കാണുന്നത്? സോഴ്സിലെ ആ നായയുടെ ഉദാഹരണം, പ്രോട്ടോടൈപ്പ് ലേണിംഗ്, അതിനെക്കുറിച്ച് പറയാമോ? പറയാം. പ്രോട്ടോടൈപ്പ് പഠനം വിശദീകരിക്കാൻ ഈ മോഡൽ വളരെ നല്ലതാണ്. ആ ഉദാഹരണം നോക്കൂ. ഒരു കുട്ടി പലതരം നായ്ക്കളെ കാണുന്നു. ഓരോന്നിനും ചിലപ്പോൾ വേറെ വേറെ രൂപം, നിറം, പേര് ഒക്കെ ആയിരിക്കും. ഓരോ അനുഭവം കഴിയുമ്പോഴും ആ നെറ്റ്വർക്കിലെ കണക്ഷനുകളുടെ ശക്തിയിൽ മാറ്റങ്ങൾ വരും. സ്ഥിരമായി കാണുന്ന ഫീച്ചറുകൾ ഇപ്പോൾ 4 കാല്, ഒരു വാല്, കുരയ്ക്കും എന്നൊക്കെയുള്ളത്, അവ തമ്മിലുള്ള കണക്ഷനുകൾ കൂടുതൽ ശക്തമാകും. ശരി. അങ്ങനെ പല പല ഉദാഹരണങ്ങളിൽ നിന്ന് ആ കുട്ടി നായ എന്നൊരു പൊതുവായ രൂപം, ഒരു പ്രോട്ടോടൈപ്പ് മനസ്സിൽ ഉണ്ടാക്കിയെടുക്കുന്നു. പിന്നീട് മുമ്പ് കണ്ടിട്ടില്ലാത്തൊരു നായയെ കാണുമ്പോൾ പോലും ആ പ്രോട്ടോടൈപ്പുമായി സാമ്യമുള്ളതുകൊണ്ട് അതിനെ നായ എന്ന് തിരിച്ചറിയാൻ കുട്ടിക്ക് പറ്റും. ആ ശക്തമായ കണക്ഷൻ പാറ്റേൺ ആക്ടിവേറ്റ് ആവുന്നതുകൊണ്ടാണത്. ഇത് കേൾക്കുമ്പോൾ
തലച്ചോറ് യഥാർത്ഥത്തിൽ പ്രവർത്തിക്കുന്ന രീതിയുമായി കൂടുതൽ സാമ്യം തോന്നുന്നുണ്ട്, ഈ ന്യൂറൽ നെറ്റ്വർക്കുകളൊക്കെയായിട്ട്. അപ്പോൾ എന്തൊക്കെയാണ് ഈ കണക്ഷനിസ്റ്റ് മോഡലിന്റെ പ്രധാനപ്പെട്ട മെച്ചങ്ങൾ അല്ലെങ്കിൽ പ്രാധാന്യം എന്ന് പറയാൻ പറ്റുക? പ്രധാനമായിട്ടും ഇത് ഓർമ്മയെ തലച്ചോറിന്റെ ഘടനയുമായി, അതായത് ന്യൂറൽ നെറ്റ്വർക്കുകളുമായി ബന്ധിപ്പിക്കുന്നു. കുറച്ചുകൂടി ബയോളജിക്കലി പ്ലോസിബിളായ ഒരു മോഡലാണ്. പിന്നെ വിവരങ്ങൾ സമാന്തരമായി ഒരേ സമയം പല തലങ്ങളിൽ പ്രോസസ്സ് ചെയ്യുന്നു എന്ന ആശയം. അത് ഓർമ്മയുടെ വേഗതയും അതുപോലെ ചില കാര്യങ്ങൾ നമ്മൾ എത്ര പെട്ടെന്ന് ഓർത്തെടുക്കുന്നു എന്നതും വിശദീകരിക്കാൻ സഹായിക്കും. അതുപോലെ ഈ കണ്ടന്റ് അഡ്രസ്സബിൾ മെമ്മറി, പ്രോട്ടോടൈപ്പ് പഠനം, ഇതൊക്കെ ഭംഗിയായി വിശദീകരിക്കുന്നുണ്ട്. എന്തിന്? നമുക്ക് ഓർമ്മയിൽ വരുന്ന തെറ്റുകൾ പോലും. ചിലപ്പോൾ കണക്ഷനുകൾ തെറ്റായി ആക്ടിവേറ്റ് ആവുന്നതുകൊണ്ടോ അല്ലെങ്കിൽ ചില കണക്ഷനുകൾ ദുർബലമാകുന്നതുകൊണ്ടോ സംഭവിക്കുന്നതായി ഈ മോഡൽ വെച്ച് പറയാൻ ശ്രമിക്കാം. ഇതിനൊരു മാത്തമാറ്റിക്കൽ ബേസിസും കമ്പ്യൂട്ടർ സിമുലേഷനൊക്കെ സാധ്യമാണെന്നും പറയുന്നുണ്ടല്ലോ. അതെ അതെ, അതും ഇതിന്റെ ഒരു വലിയ ശക്തിയാണ്. ഇതിനെ ഗണിതശാസ്ത്രപരമായി മോഡൽ ചെയ്യാനും കമ്പ്യൂട്ടറിൽ സിമുലേറ്റ് ചെയ്ത് പരീക്ഷിക്കാനും പറ്റും. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ, ഓർമ്മയെ ഒരു ഫയൽ ക്യാബിനറ്റ് പോലെ കാണാതെ നിരന്തരം പ്രവർത്തനം ഹാലിലിരിക്കുന്ന കണക്ഷനുകളിലൂടെ രൂപപ്പെടുന്ന മാറിക്കൊണ്ടിരിക്കുന്ന ഒരു ഡൈനാമിക് സിസ്റ്റമായാണ് റുമൽഹാർട്ടും മക്ലെലൻഡും അവതരിപ്പിക്കുന്നത്. വളരെ രസകരമായ ഒരു മാറ്റം തന്നെയാണത്. തീർച്ചയായും. ഓർമ്മയുടെ ആ ഒരു ഫ്ലെക്സിബിലിറ്റി, അതിൻ്റെ ഒരു ഡൈനാമിക് നേച്ചർ, അതാണ് ഈ മോഡൽ എടുത്തു കാണിക്കുന്നത്. പിന്നെ നിങ്ങൾക്കിത് തുടർന്ന് ആലോചിക്കാൻ ഒരു കാര്യം കൂടി പറയാം. ഈ കണക്ഷനിസ്റ്റ് കാഴ്ചപ്പാടിൽ നമ്മൾ കാര്യങ്ങൾ മറന്നു പോകുന്നതെങ്ങനെയായിരിക്കും, അല്ലെങ്കിൽ ഓർമ്മ തെറ്റുകൾ വരുന്നതെങ്ങനെയായിരിക്കും? പഴയ മോഡലുകൾ പറയുന്നത് പോലെ വിവരങ്ങളങ്ങ് മാഞ്ഞു പോവുകയാണോ? അതോ ഈ പറഞ്ഞ കണക്ഷനുകൾ ദുർബലമാവുകയോ തെറ്റായ കണക്ഷനുകൾ സജീവമാവുകയോ ചെയ്യുന്നതാണോ കാരണം? ഇത് നിങ്ങൾ സ്വയം ഒന്ന് ചിന്തിച്ചു നോക്കുന്നത് നന്നായിരിക്കും.